Hello friends, welcome back to my channel Array's World. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എങ്ങനെ സ്പ്രിംഗ് ഓണിയൻസ് നമ്മുടെ ടെറസ് ഗാർഡനിൽ ഈസിയായി വളർത്താമെന്നും കൂടാതെ ആ സ്പ്രിംഗ് ഓണിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ചപ്പാത്തിക്കുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കാമെന്നുമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഗ്രേവി നമുക്ക് ഈസിയായി ഒരു 10 മിനിറ്റിനകം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ്. സോ അത് എങ്ങനെയാണെന്ന് നമുക്ക് അവസാനം നോക്കാം. ആദ്യം ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻസ് എങ്ങനെ നമ്മുടെ ടെറസ് ഗാർഡനിൽ വളർത്തിയെടുക്കാമെന്ന് ഞാനിവിടെ കാണിക്കാം. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് സവോളയാണ് ഇവിടെ വേണ്ടത്. സവോള കേടാവാൻ പോകുന്നതോ ഇല്ലെങ്കിൽ ഇതുപോലെ മുള പൊട്ടിയതായിട്ടുള്ള സവോളകളാണെങ്കിൽ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി കേടാവാൻ പോകുന്ന സവോള ആരും ഇത് വേസ്റ്റിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നാച്ചുറലായിട്ട് വിത്തൗട്ട് എനി പെസ്റ്റിസൈഡ്സ് നമുക്ക് ഇത് സ്പ്രിംഗ് ഓണിയൻസ് ഇവിടെ വീട്ടിൽ ടെറസ് ഗാർഡനിൽ വളർത്തിയെടുക്കാം. ഓക്കെ, ഇതുമാതിരി ഡബിളായിട്ടുള്ള ഓണിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതിനായിട്ട് യൂസ് ചെയ്യും. പിന്നെ ഇതിനു വേണ്ടി കുറച്ച് മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൈവവളം. അത് 1:1 എന്ന റേഷ്യോയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സോ നമ്മൾ മണ്ണ് എത്ര എടുക്കുന്നുണ്ടോ ആ സെയിം കമ്പോസ്റ്റ് നമുക്ക് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പോസ്റ്റ് ജൈവവളം. സോ നമുക്ക് ഇതാദ്യം മണ്ണും ഇതും ചേർന്ന് മിക്സാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഈ സവാള 1 by 1 ആയിട്ട് കുഴിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എല്ലാ സവാളകളും 1 by 1 ആയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇവിടെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇതിൽ ഞാൻ ഒരു പെസ്റ്റിസൈഡ്സും ആഡ് ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ട് തന്നെ ഇത് വളർന്നിരിക്കുന്നത്. സൺലൈറ്റ് ഉള്ള ഭാഗത്ത് നമുക്ക് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ടെറസ് ഗാർഡനിൽ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളുടെ കിച്ചണിൻ്റെ സൺലൈറ്റ് തട്ടുന്ന ഭാഗത്തിൽ ഒരു പഴയ ബൗളിൽ എന്തെങ്കിലും ഇതുപോലെ മണ്ണും കമ്പോസ്റ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ഇനി നമുക്ക് ആ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്പ്രിംഗ് ഓണിയൻസ് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്രമാത്രം കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിവിടെ എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം വേരോടെ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ വിട്ടാൽ അത് കുറച്ചുകൂടിയും വളർന്നു വരാൻ സാധ്യതയുണ്ട്. സോ അത് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ എനിക്ക് നാച്ചുറലായിട്ടുള്ള ഈ സ്പ്രിംഗ് ഓണിയൻ എൻ്റെ ടെറസ് ഗാർഡനിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം ആ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം.
ഇവിടെ ഇപ്പോൾ സ്പൈസി ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല ഫുൾക്കാനും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, അപ്പോഴേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. Okay, see you the next video. Till then, bye bye. Take care. Have a nice day.